السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൻ്റെ 6 അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ തൗഫീഖിനാൽ കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലായി 5 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ വിശ്വാസ കാര്യങ്ങളായി നമുക്ക് പഠിപ്പിച്ചു തന്ന മഹത്തായ 6 കാര്യങ്ങളാണവ. അവിടുന്ന് പറഞ്ഞു, അൽ ഈമാനു ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി. ഒന്നാമത്തെ കാര്യം അള്ളാഹുവിലുള്ള ഈമാനാണ്. രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ മലക്കുകളിലുള്ള ഈമാൻ. മൂന്നാമത്തേത് അള്ളാഹുവിൻ്റെ കിതാബുകളിലുള്ള ഈമാൻ. നാലാമത്തേത് അള്ളാഹുവിൻ്റെ റസൂലുമാരിലുള്ള ഈമാൻ. അഞ്ചാമത്തേത് അന്ത്യനാളിലുള്ള ഈമാൻ. ആറാമത്തേത് അള്ളാഹുവിൻ്റെ ഖദറിലുള്ള ഈമാൻ. ആറാമത്തെ കാര്യമാണ് നമുക്കിന്ന് മനസ്സിലാക്കാനുള്ളത് ഇൻഷാ അള്ളാഹ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. നീ ഖദറിൽ വിശ്വസിക്കുക, അതിൻ്റെ ഖൈറിലും ഷർറിലും. അഥവാ സാധാരണ നമ്മൾ അർത്ഥം പറയാറുണ്ട്, നന്മയും തിന്മയുമായ അള്ളാഹുവിൻ്റെ ഖദറിൽ അഥവാ വിധി തീരുമാനങ്ങളിൽ വിശ്വസിക്കൽ. അൽ ഖദർ എന്ന് പറഞ്ഞാൽ വിധി തീരുമാനം എന്ന് നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയാറുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു, ഖദർ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുന്നേയുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ യുക്തിപൂർണമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങൾക്കാണ് അൽ ഖദർ എന്ന് പറയുക. ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കുമ്പോൾ കൂടുതൽ വ്യക്തമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹുവിൻ്റെ ഖദറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹു ഈ കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു പറഞ്ഞു, വകാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാര്യം അത് നേരത്തെ മുൻകൂട്ടി റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനിച്ച അവൻ്റെ വിധി തീരുമാനങ്ങളാകുന്നു. മറ്റൊരായത്തിൽ സൂറത്തുൽ ഖമറിൽ അല്ലാഹു പറഞ്ഞു, ഇന്ന കുല്ല ശൈഇൻ ഖലഖ്നാഹു ബിഖദർ. തീർച്ചയായും ഓരോ കാര്യത്തെയും നാം ഖദറിൻ്റെ അടിസ്ഥാനത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, സൂറത്തുൽ അഅലയിൽ, വല്ലദി ഖദ്ദറ ഫഹദ.
അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് വിശദീകരിക്കുന്നതിനിടയിൽ അള്ളാഹുവിനെ കുറിച്ച് പറയുകയാണ്, അവൻ ഖദ്ദറ, കാര്യങ്ങൾ തീരുമാനിച്ചവനാകുന്നു, ഫഹദ, എന്നിട്ട് മാർഗദർശനം നൽകുകയും ചെയ്തവനാണ്. മറ്റൊരായത്തിൽ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അഥവാ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് വിധിക്കാനുള്ള കഴിവുള്ളവനാകുന്നു റബ്ബ് സുബ്ഹാനഹു വ തആല. മഹാനായ സഹാബി ഉബാദത്ത് ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മകൻ അൽ വലീദ് ഇബ്നു ഉബാദ അദ്ദേഹം പറയുകയാണ്, ദഖൽതു അലാ ഉബാദത വഹുവ മരീദുൻ അതഖായലു ഫീഹിൽ മൗത, ഞാൻ എൻ്റെ വാപ്പ ഉബാദയുടെ അടുക്കലേക്ക് റളിയല്ലാഹു അൻഹു പ്രവേശിക്കുകയുണ്ടായി. അദ്ദേഹം രോഗശയ്യയിലാണ്, അഥവാ അദ്ദേഹം വഫാത്താവാൻ അടുത്തിരിക്കുന്ന, മരണവെപ്രാളത്തോട് അടുത്ത് നിൽക്കുന്ന സമയമാണത്. ഫഖുൽതു, മകൻ വലീദ് പറയുകയാണ്, ഞാൻ വാപ്പയോട് ചോദിച്ചു, യാ അബതാഹു ഔസിനി വജ്തഹിദ് ലി, എൻ്റെ പൊന്നുപ്പ, നിങ്ങൾ എനിക്ക് വസിയത്ത് നൽകിയാലും, നിങ്ങൾ അതിനു വേണ്ടി ഒന്ന് പരിശ്രമിച്ചാലും. അഥവാ അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ മകൻ ചെന്ന് വസിയത്തിന്, ഉപദേശത്തിന് ചോദിക്കുകയാണ്. നമുക്ക് നല്ലവരായ നമ്മുടെ മുൻഗാമികളുടെ രീതിയാണിത്. മഹാനായ സഹാബി വഫാത്തോടടുത്ത് കിടക്കുമ്പോൾ അദ്ദേഹം ഒരു സഹാബിയാണ്, അതോടൊപ്പം വാപ്പ കൂടിയാണ്. മകനായ അൽ വലീദ് റഹിമഹുല്ലാ അദ്ദേഹം വാപ്പാനോട്, പിതാവിനോട് വസിയത്ത് ചോദിക്കുകയാണ്. ഫഖാല, അപ്പോൾ അദ്ദേഹം ഉബാദത്ത് ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അജ്ലിസൂനി, എന്നെ ഒന്ന് പിടിച്ചിരുത്തണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ, മോനെ, ഇന്നക ലൻ തത്അമ തഅമൽ ഈമാനി വലൻ തബ്ലുഗ് ഹഖീഖത്തിൽ ഇൽമി ബില്ലാഹി തബാറക വതആല ഹത്താ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. മോനെ, നിനക്ക് ഈമാനിൻ്റെ മാധുര്യം നുകരാൻ സാധിക്കുകയില്ല. നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള യഥാർത്ഥ അറിവിലേക്ക് എത്തുകയില്ല. ഏതുവരെ? അള്ളാഹുവിൻ്റെ ഖദറിലെ നന്മ തിന്മകളിൽ വിശ്വസിക്കുന്നത് വരേക്കും. ഈ സംഭവം, ഈ ഹദീസ് വായിച്ചത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗം അതിലുണ്ട്. അഥവാ നമ്മുടെ ഈമാൻ, ആ ഈമാനിൻ്റെ മാധുര്യം നുകരാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിയായ വിജ്ഞാനത്തിലേക്ക്, അറിവിലേക്ക് നാം എത്തണമെങ്കിൽ എന്തു വേണം? അള്ളാഹുവിൻ്റെ ഖദറിലുള്ള ഈമാൻ ശരിയാവണം എന്നാണ് സഹാബി മകന് വസിയത്ത് കൊടുക്കുന്നത്. ഇത് നമുക്കെല്ലാവർക്കുമുള്ള വസിയത്താണ്. ശേഷം മകൻ തിരിച്ചു ചോദിച്ചു, യാ അബത ഫകൈഫ ലി അൻ അഅലമ മാ ഖൈറുൽ ഖദരി വശർറുഹു. എന്താണ് വാപ്പ ഖദറിലെ ഖൈറും ഷർറും എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ ഖദറിലെ നന്മ തിന്മകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖാല, അദ്ദേഹം ഉബാദത്ത് ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു കൊടുക്കുന്നു, തഅലമു അന്നമാ അഖ്തഅക ലം യകുൻ ലിയുസീബക വമാ അസാബക ലം യകുൻ ലിയുഖ്തിഅക. അള്ളാഹുവിൻ്റെ ഖദറിലെ നന്മ തിന്മകൾ എന്ന് പറഞ്ഞാൽ, മോനെ, നിനക്ക് വല്ലതും സംഭവിക്കുകയാണെങ്കിൽ, നിനക്ക് വല്ല കാര്യവും വന്നു കിട്ടുകയാണെങ്കിൽ അത് നിനക്ക് വന്നു കിട്ടേണ്ടത് തന്നെയാണ് എന്ന് നീ വിശ്വസിക്കലാണ്. ഇനി നിന്നിൽ നിന്നും വല്ലതും തെറ്റിപ്പോയി എന്ന് വിചാരിക്കുക, നിനക്ക് വല്ലതും ലഭിക്കാതെ പോയി എന്ന് വിചാരിക്കുക, അതിൽ നിനക്ക് കിട്ടേണ്ടതായിരുന്നില്ല, ലഭിക്കേണ്ടതായിരുന്നില്ല എന്ന വിശ്വാസമാണ് അള്ളാഹുവിൻ്റെ ഖദറിലെ നന്മ തിന്മകളിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, യാ ബുനയ്യ, മോനെ, ഇന്നി സമിഅതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു. ഇന്ന അവ്വല മാ ഖലഖല്ലാഹു തബാറക വതആല അൽ ഖലം ثم قال اكتب فجرى في تلك الساعة بما هو كائن إلى يوم القيامة. അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യമായി ഒരു പേന സൃഷ്ടിക്കുകയുണ്ടായി. എന്നിട്ട് അതിനോട് പറഞ്ഞു, എഴുതുക. ആ സമയം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും ആ പേന എഴുതുകയുണ്ടായി. എന്നിട്ട് അവസാനം ആ സംസാരം പൂർത്തിയാവുന്നത് ഇപ്രകാരമാണ്. അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ, എൻ്റെ മോനെ, ഇൻ മിത്ത വലൈസ വലസ്ത അലാ ദാലിക ദഖൽത അന്നാറ. ഈ വിശ്വാസമില്ലാതെയാണ് നീ മരിച്ചു പോകുന്നത് എങ്കിൽ നീ നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. നോക്കൂ, സഹാബികൾ ഖദറിലുള്ള വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ച അവരുടെ സൂക്ഷ്മത നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഖദർ, അള്ളാഹുവിൻ്റെ ഖദർ, വിധി, തീരുമാനം എന്നതിൽ ഒരാൾ വിശ്വസിക്കാതെയാണ് മരിച്ചു പോകുന്നത് എങ്കിൽ അയാൾ നരകത്തിൽ പ്രവേശിക്കും, തീർച്ചയാണ്. എന്തുകൊണ്ട്? ഈമാനിൻ്റെ 6 കാര്യങ്ങളിൽ വളരെ സുപ്രധാനമായ ഒരു കാര്യമാണിത്. നോക്കൂ, സാധാരണ വസിയത്ത് ചോദിച്ചാൽ വസിയത്ത് കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും. പ്രത്യേകിച്ച് ഒരു വാപ്പ മരണസമയത്ത് മകന് കൊടുക്കുന്ന വസിയത്ത് എന്തായിരിക്കും? ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കുകയില്ല. മുറ്റത്ത് വെള്ളം നനക്കാനും ചെടിക്ക് വെള്ളം നനക്കാനും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കുകയില്ല. വസിയത്തായി പറഞ്ഞു കൊടുക്കുക ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പറഞ്ഞു കൊടുക്കുക. അതാണ് ഇവിടെ സംഭവിച്ചത്. അഥവാ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായ ഒരുപാട് ആളുകൾ തെറ്റിപ്പോയിട്ടുള്ള ഒരു കാര്യമാണിത്. പലർക്കും അബദ്ധം സംഭവിച്ചു പോയിട്ടുള്ള, അതല്ലെങ്കിൽ സംഭവിച്ചു പോകുന്ന ഒരു മേഖല കൂടിയാണ് ഈ പറഞ്ഞ വിഷയം. അതുകൊണ്ട് നോക്കൂ സഹോദരങ്ങളെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ധാരാളം വിശദീകരിക്കാനുണ്ട്. എന്താണ് അദ്ദേഹം മകനോട് തുടക്കത്തിൽ പറഞ്ഞത്? 2 കാര്യങ്ങൾ പറഞ്ഞു. ഈമാനിൻ്റെ മാധുര്യം, അഥവാ നമ്മൾ ഈ ഇത്രയും ക്ലാസ്സുകളിൽ പറഞ്ഞ 5ഉം ഇതും ചേർത്ത് 6 ഈമാൻ കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനൊക്കെ മാധുര്യമുണ്ട്. ഈമാനിന് മാധുര്യമുണ്ട്. അതൊരാൾക്ക് നുകരാൻ സാധിക്കണമെങ്കിൽ ഈ പറഞ്ഞ വിശ്വാസം ഉണ്ടായിരിക്കണം. ഖദറിലുള്ള വിശ്വാസം ശരിയായിരിക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമ് എന്നത് വലിയ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് എന്നത്. അള്ളാഹുവിനെ കുറിച്ച് ഒരാൾക്ക് ശരിയായി അറിയാൻ, മനസ്സിലാക്കാൻ സാധിക്കുക ഈ ഖദറിലുള്ള വിശ്വാസത്തിലൂടെയാണ്. ഖദറിലുള്ള വിശ്വാസം ശരിയായാൽ അയാൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയിരിക്കുന്നു. കാരണം ഖദർ എന്നത് അൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ അൽ ഖദറു ഖുദ്റത്തുല്ലാഹ്. ഖദർ എന്നാൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്താണ്, അള്ളാഹുവിൻ്റെ കഴിവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനെന്നും സർവാധികാരിയെന്നും അള്ളാഹുവിൻ്റെ ഖദറിലുള്ള വിശ്വാസം പഠിച്ചു മനസ്സിലാക്കിയാൽ നമുക്ക് ബോധ്യപ്പെടും. ഒരാൾക്കും തീരുമാനിക്കാനോ വിധിക്കാനോ അർഹതയില്ല, അവകാശമില്ല, കഴിവില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല എന്താണോ വിധിച്ചത് അത് മാത്രമേ നടക്കുകയുള്ളൂ. ആ വിശ്വാസം അതുകൊണ്ട് തന്നെ യഥാർത്ഥ രൂപത്തിൽ ഉൾക്കൊണ്ടാൽ സഹോദരങ്ങളെ നമ്മുടെ ഈമാൻ ശരിയാവും. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമുക്ക് ശരിയായ ബോധ്യമുണ്ടാകും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞതുപോലെ അൽ ഈമാനു ബിൽ ഖദരി നിദാമു തൗഹീദ്. ഖദറിലുള്ള ഈമാൻ എന്നാൽ തൗഹീദിൻ്റെ നിലനിൽപ്പാണ്. ഒരാളുടെ തൗഹീദ് നിലനിൽക്കുക ഈ പറഞ്ഞ വിശ്വാസത്തിലൂടെയാണ്. ഇതിൽ ഒരാൾ പിഴച്ചു പോയാൽ, ഇതിൽ ഒരാൾക്ക് അബദ്ധം സംഭവിച്ചു പോയാൽ അയാളുടെ തൗഹീദ് പൊളിഞ്ഞു പോകും.
നമ്മൾ അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കുക എന്നതാണ് തൗഹീദ്. ഖദറിലുള്ള വിശ്വാസം അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ്. അതിലൊരാൾക്ക് വീഴ്ച പറ്റിയാൽ നമ്മുടെ ഈമാനിൻ്റെ കാര്യം തന്നെ പ്രശ്നത്തിലാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹാബികൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഖദറിലുള്ള വിശ്വാസത്തെ നിഷേധിച്ചുകൊണ്ട് ചില പിഴച്ച കക്ഷികൾ വന്നിരുന്നു. ഹദീസിൻ്റെ കിതാബുകളിൽ നമുക്ക് കാണാം. ആദ്യമായി മഅബദ് അൽ ജുഹനി എന്ന് പറയുന്ന ഒരാൾ അള്ളാഹുവിൻ്റെ ഖദർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗപ്രവേശനം ചെയ്തു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തോട് ഈ വിവരം ചില ആളുകൾ വന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അവരുമായോ അവർക്ക് ഞാനുമായോ യാതൊരു ബന്ധവുമില്ല എന്ന് നിങ്ങൾ അവരെ അറിയിക്കുക. അത്രയും ഗൗരവത്തിൽ പഠിച്ചു മനസ്സിലാക്കേണ്ട, ഉൾക്കൊള്ളേണ്ട ഒരു വിശ്വാസമാണ് അൽ ഈമാനു ബിൽ ഖദർ. ഇനി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഖദറിൽ വിശ്വസിക്കുക എന്നാണ് നമ്മൾ പൊതുവേ പറയാറുള്ളത്. അതിൻ്റെ ഖൈറിലും ഷർറിലും വിശ്വസിക്കണം. അൽ ഈമാനു ബിൽ ഖദർ എന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കേൾക്കേണ്ട ഒരു വിഷയമാണ്. ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഓരോന്നും നമുക്ക് വളരെയേറെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾ നോക്കൂ, വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി എന്ന് പറഞ്ഞു. ഖൈറിലും ഷർറിലും വിശ്വസിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറിൽ ഖൈറുമുണ്ടാകും ഷർറുമുണ്ടാകും, അഥവാ നല്ലതും ഉണ്ടാകും അല്ലാത്തതും ഉണ്ടാകും. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു, അത് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമത്തേത്, അള്ളാഹുവിൻ്റെ ഖദറിലുള്ള ഖൈറും ഷർറും എന്ന് പറഞ്ഞാൽ ഖൈറായ കാര്യങ്ങൾ മാത്രമേ അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ പാടുള്ളൂ. ഖൈറല്ലാത്ത ഷർറായ കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയിൽ നമുക്ക് ഇപ്രകാരം കാണാം: വൽ ഖൈറു കുല്ലുഹു ഫീ യദൈക്. അല്ലാഹുവേ, എല്ലാ നന്മയും നിന്റെ കൈകളിലാണ്. വശർറു ലൈസ ഇലൈക്. തിന്മകൾ, മോശമായ കാര്യം റബ്ബേ നിന്നിലേക്ക് ചേർത്തി പറയാവതല്ല. അപ്പം നന്മകൾ മാത്രമേ റബ്ബിലേക്ക് ചേർത്തി പറയാൻ പാടുള്ളൂ. നല്ല കാര്യങ്ങൾ മാത്രമേ അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ പാടുള്ളൂ. മോശമായ കാര്യങ്ങൾ, ഷർറായ കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ പാടുള്ളതല്ല. അത് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഖദറിലുള്ള ഖൈറും ഷർറും എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അള്ളാഹുവിൻ്റെ വിധി തീരുമാനങ്ങളെല്ലാം യുക്തിപൂർണമാണ്. അള്ളാഹുവിൻ്റെ ഏതൊരു തീരുമാനമുണ്ടോ, അള്ളാഹുവിൻ്റെ ഏതൊരു വിധിയുണ്ടോ, അതൊരിക്കലും സൃഷ്ടികളുടേതുപോലെയല്ല. ഒരു ന്യൂനത, കുറവ്, അതല്ലെങ്കിൽ ഒരു അബദ്ധം ഒരിക്കലും അള്ളാഹുവിൻ്റെ ഖദറിൽ ഉണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ ഖദറെല്ലാം യുക്തിപൂർണമാണ്, എല്ലാം ഖൈറാണ്. പക്ഷേ അത് സംഭവിക്കുന്നിടത്താണ് ഖൈറും ഷർറും ഉണ്ടാവുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുനൂത്ത്, നമുക്കറിയാം, ഖുനൂത്തിലെ പ്രാർത്ഥനയിൽ പറയുന്ന വാക്കുകളിൽ ഇപ്രകാരം കാണാം: വഖിനി ശർറമാ ഖളൈത. അല്ലാഹുവേ, നീ വിധിച്ച നിന്റെ വിധിയുടെ ഷർറിൽ നിന്നും നീ എന്നെ രക്ഷിക്കണേ. നിന്റെ ഷർറിൽ നിന്ന് എന്നല്ല പ്രാർത്ഥിച്ചത്, പിന്നെയോ നീ വിധിച്ച നിന്റെ ഖളായിൽ ഉണ്ടാകുന്ന ഷർറിൽ നിന്നും അല്ലാഹുവേ നീ എന്നെ സംരക്ഷിക്കണേ. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഷർറ് അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ പാടുള്ളതല്ല. രണ്ടാമത്തേത്, ഷർറ് എന്നത്, തിന്മ എന്നത് അള്ളാഹുവിൻ്റെ വിധി എവിടെയാണോ സംഭവിക്കുന്നത് അവിടെ അതിലാണ് ഉണ്ടാവുക. അതല്ലാതെ അള്ളാഹുവിൻ്റെ വിധി പൊതുവേ എടുത്തു നോക്കിയാൽ എല്ലാം ഖൈറാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? നമുക്കറിയാം,
ചില കാര്യങ്ങൾ ചിലർക്ക് ഷർറായിരിക്കാം, മറ്റു ചിലർക്ക് അത് ഖൈറായിരിക്കാം. ഏതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ظهر الفساد في البر والبحر بما كسبت أيدي الناس. ജനങ്ങൾ പ്രവർത്തിച്ചത് കാരണത്താൽ, അവരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണത്താൽ കടലിലും കരയിലും കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ തിന്മകൾ, പാപങ്ങൾ, അതാണ് അവിടെ ഉദ്ദേശം. കടലിലും കരയിലും കുഴപ്പങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ, ജനങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ട് എന്ന് പറഞ്ഞാൽ, തഫ്സീറുകളിൽ കാണാം പാപങ്ങൾ, തിന്മകൾ വർദ്ധിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ അദാബ് ഭൂമിയിലേക്ക് ഇറങ്ങുകയുണ്ടായി. അത് കടലിലായാലും കരയിലായാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. എന്തിനാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ പറഞ്ഞ തിന്മകൾക്ക് ശിക്ഷയായി അള്ളാഹുവിൻ്റെ അദാബ് ഇറക്കിയത്? ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ. അവർ പ്രവർത്തിച്ച, അവരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണത്താൽ അവരിലെ ചിലർക്ക് അതിൻ്റെ ശിക്ഷ രുചിച്ചറിയുന്നതിനു വേണ്ടി, ലഅല്ലഹും യർജിഊൻ, അതോടൊപ്പം അവർ ആ ശിക്ഷ കണ്ട് തിരിച്ചു മടങ്ങാൻ വേണ്ടിയും. ഒരു അള്ളാഹുവിൻ്റെ അദാബ് ഉണ്ടായാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല വല്ല ശിക്ഷയും ഇറക്കിയാൽ അതിൽ പെട്ടുപോയവർ ആ ശിക്ഷക്ക് വിധേയരായി തീരും. എന്നാൽ ഈ ശിക്ഷ കാണുന്ന ചില ആളുകൾക്ക് എന്തുണ്ടാകും? ബോധോദയം വരും. അതിലൂടെ ചില ആളുകൾ നന്നാവാൻ അതുകൊണ്ട് കാരണമായി തീരും. നിങ്ങൾ നോക്കൂ, അതുകൊണ്ട് തന്നെ ആ ശിക്ഷ ഇറങ്ങിയ ആ കാര്യം വെച്ച് നോക്കുമ്പോൾ അതെന്താണ്? ഷർറാണ്. പക്ഷേ മറ്റു ചില ആളുകൾക്ക് അതെന്തായി? ഖൈറായി തീരുകയും ചെയ്തു. പറഞ്ഞു മനസ്സിലാവുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലുള്ള നിയമമാണ് കട്ടവൻ്റെ കൈവെട്ടണം. ആ കട്ടവൻ്റെ മോഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കതെന്താണ്? ഉപദ്രവമാണ്. എന്നാൽ അങ്ങനെ ഒരു നിയമം കൊണ്ട് സമൂഹത്തിനെന്താണ്? നന്മയാണ്. കാരണം ഇങ്ങനെയുള്ള ശിക്ഷകൾ നൽകിയാൽ പിന്നെ ഒരാൾക്ക് മോഷ്ടിക്കാൻ തോന്നുകയില്ല, പിന്നെ ആളുകൾ പേടിക്കും. അതുപോലെ തന്നെ കൊലപാതകം ചെയ്തയാളെ കൊന്നുകഴിഞ്ഞാൽ ഭരണകൂടം, ഭരണാധികാരികൾ കൊലക്ക് കൊല എന്ന ശിക്ഷ കൃത്യമായി നടപ്പിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? ഉപദ്രവമാണ്, ഷർറാണ്, പ്രയാസമാണ്. പക്ഷേ മറ്റുള്ള ആളുകൾക്ക്, സമുദായത്തിന്, സമൂഹത്തിന്, ജനങ്ങൾക്ക് മൊത്തത്തിൽ അതുകൊണ്ട് ഖൈറാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഖദർ ആപേക്ഷികമായി അത് വന്ന് സംഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഷർറായേക്കാം. എന്നാൽ അതിനൊരു മറുവശമുണ്ടാകും, അതുകൊണ്ട് ഖൈറ് ഉണ്ടായേക്കാം. ഇപ്പം പണ്ഡിതന്മാർ ഇബ്ലീസിനെ കുറിച്ച് പറയാറുണ്ട്. ഇബ്ലീസ് ഏറ്റവും വലിയ ഷർറാണ്. എന്നാൽ ആ ഇബ്ലീസ് ലഅനഹുല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു പടപ്പിനെയും അവൻ്റെ കൂട്ടാളികളെയും സൃഷ്ടിച്ചു, നിശ്ചയിച്ചു എന്നത് കാരണത്താൽ ഓരോ മുഅ്മിനിനും തൻ്റെ ഈമാനിൻ്റെ വില എന്താണെന്ന് ബോധ്യപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ശത്രുവായി പ്രഖ്യാപിച്ചു, നമ്മുടെ ശത്രുവാണ് എന്ന് പറഞ്ഞു. അവൻ്റെ കാലടിപ്പാടുകൾ നിങ്ങൾ പിൻപറ്റരുത് എന്നൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നു. പിശാച് മനുഷ്യനെ പിഴപ്പിക്കും എന്നൊക്കെ പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ വലയിൽ വീഴാതിരിക്കാൻ ഓരോ മുഅ്മിനും ശ്രദ്ധിക്കുക എന്നത് മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഖൈറാണ്. ഇങ്ങനെ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഖദറിലുള്ള വിശ്വാസത്തിൽ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പറഞ്ഞു മനസ്സിലായോ? എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായോ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറിൽ ഖൈറും ഷർറുമുണ്ട്. നന്മകൾ മാത്രമേ, ഖൈറ് മാത്രമേ അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ പാടുള്ളൂ. തിന്മകൾ, മോശമായ കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ പാടുള്ളതല്ല. അതോടൊപ്പം അള്ളാഹുവിൻ്റെ ഖദർ എന്നത് അത് സംഭവിക്കുന്നിടത്താണ് ആപേക്ഷികമായി ഷർറുണ്ടാവുക. അത് തന്നെ ആത്യന്തികമായി ഷർറാണോ? അല്ല. ഒരു വശത്ത് ഷർറാണെങ്കിലും
മറുവശത്ത് അതുകൊണ്ട് ഖൈറുണ്ട്. അള്ളാഹുവിൻ്റെ ഖദർ എന്നത് സഹോദരങ്ങളെ അത്ഭുതകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി അള്ളാഹുവിൻ്റെ ഖദറിലുള്ള ഈമാനിൽ പ്രധാനമായും 4 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഏതൊരു കാര്യവും സംഭവിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ പ്രവൃത്തികളാവട്ടെ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ പടപ്പുകളുടെ പ്രവൃത്തികളാവട്ടെ, അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി അറിഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. അള്ളാഹുവിൻ്റെ ഇൽമ് എന്നതിന് പറയും. എന്തൊക്കെ സംഭവിക്കുന്നു അത് അള്ളാഹുവിൻ്റെ ഇൽമ് അതിനെ മുൻകടന്നിരിക്കുന്നു. അള്ളാഹു പറഞ്ഞു, വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നു, എല്ലാറ്റിനെക്കുറിച്ചും അറിവുള്ളവനാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ. ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നോ സഹോദരങ്ങളെ, അത് അള്ളാഹുവിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അള്ളാഹു അറിയാത്ത, അവൻ്റെ ഇൽമിൽ നിന്നും പുറത്തുപോയ ഒരു കാര്യവും സംഭവിക്കുന്നില്ല. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നോ അതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല അറിഞ്ഞിരിക്കുന്നു. അള്ളാഹു അറിയാത്ത ഒരു കാര്യവും ഇല്ല തന്നെ. അള്ളാഹുവിൻ്റെ അറിവിൽ നിന്നും ചെറുതോ വലുതോ ആയ ഒന്നും, ഒരു കാര്യവും പുറത്തേക്ക് പോവുകയില്ല. ഇതൊന്നാമത്തെ കാര്യമാണ്. അള്ളാഹുവിൻ്റെ ഖദർ, അതിലെ ആദ്യത്തെ കാര്യം ഇതാണ്. അള്ളാഹുവിൻ്റെ ഇൽമ്, അള്ളാഹുവിൻ്റെ ഖദറിൽ നാം മനസ്സിലാക്കുക. അള്ളാഹു ഒരുപാട് ആയത്തുകളിൽ ആ കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതിൻ വമിനൽ അർളി മിസ്ലഹുന്ന യതനസ്സലുൽ അംറു ബൈനഹുന്ന ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് 7 ആകാശങ്ങളും അതുപോലെയുള്ള ഭൂമികളും പടച്ചത്. എന്നിട്ട് അതിനിടയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ഇറക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹു ഇങ്ങനെ സൃഷ്ടിച്ചതും അതിനിടയിൽ അള്ളാഹുവിൻ്റെ വഹയ്, അവൻ്റെ തീരുമാനങ്ങൾ, അവൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തത്? അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് നിങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളെയും അള്ളാഹുവിൻ്റെ അറിവ് ചൂഴ്ന്നിരിക്കുന്നു എന്നും നിങ്ങൾ അറിയുവാൻ വേണ്ടിയാണ്. നിങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും. അള്ളാഹുവിൻ്റെ ഇൽമ്, അറിവ് എല്ലാറ്റിനെയും ചൂഴ്ന്നിരിക്കുന്നു. ഏതൊരു കാര്യം സംഭവിക്കുമ്പോഴും നമ്മുടെ റബ്ബ് അറിഞ്ഞതല്ലാതെ സഹോദരങ്ങളെ സംഭവിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബത്താണ്, രേഖയാണ്. ഏതൊരു കാര്യവും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ രേഖയിൽ മുൻകൂട്ടി രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അഥവാ അള്ളാഹുവിൻ്റെ അല്ലൗഹുൽ മഹ്ഫൂദിൽ എല്ലാം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അള്ളാഹു പറഞ്ഞു, വകുല്ലു ഷൈഇൻ ഫഅലൂഹു ഫിസ്സുബുർ വകുല്ലു സഗീറിൻ വകബീറിൻ മുസ്തതർ. എല്ലാ കാര്യങ്ങളും, അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും രേഖയിലുണ്ട്. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നേരത്തെ നമ്മൾ കേട്ട ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവത്തിൽ വന്നതുപോലെ അദ്ദേഹം പറഞ്ഞില്ലേ, ഇന്ന അവ്വല മാ ഖലഖല്ലാഹു അൽ ഖലം. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ചത് പേനയാണ്. എന്നിട്ട് അതിനോട് പറഞ്ഞു ഉക്തുബ്, എഴുതാൻ പറഞ്ഞു. അപ്പം അത് ചോദിച്ചു, റബ്ബി മാദാ അക്തുബ്, അള്ളാഹുവേ, എൻ്റെ റബ്ബേ, എന്താണ് എഴുതേണ്ടത്? അള്ളാഹു പറഞ്ഞു, ഉക്തുബ് മഖാദീറ കുല്ലി ഷൈഇൻ ഹത്താ തഖൂമ അസ്സാഅ. ഖിയാമത്ത് നാൾ വരെയുള്ള സംഭവിക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എഴുതുക. മറ്റൊരു ഹദീസിൽ കാണാം, കതബല്ലാഹു മഖാദീറൽ ഖലായിഖി ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർള ബി50,000 സനത്തിൻ. ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിൻ്റെ
50,000 വർഷങ്ങൾക്ക് മുന്നേ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കുന്നു. എപ്പോൾ? ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുന്നേ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞതുപോലെ കുല്ലു ഷൈഇൻ ബിഖദർ, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ഖദർ അനുസരിച്ചാണ് സംഭവിക്കുന്നത്. ഹത്താ വദഉക കഫക അലാ ദഖനിക ഹാകദാ ബിഖദർ, എത്രത്തോളം നിന്റെ കൈപ്പത്തി നിന്റെ താടിക്ക് ഇങ്ങനെ വെക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ ഖദറിലുണ്ട്. അഥവാ നമ്മൾ സാധാരണ വെറുതെ ഇങ്ങനെ താടിക്ക് കൈ കൊടുക്കുമല്ലോ, അതുവരെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ രേഖയിലുണ്ട് എന്നാണ്. എല്ലാ കാര്യങ്ങളും സഹോദരങ്ങളെ അള്ളാഹു രേഖപ്പെടുത്തിയത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഞാൻ ഈ പറയുന്നതും നിങ്ങൾ ഈ വന്നിരിക്കുന്നതും കേൾക്കുന്നതും ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുന്നേ അള്ളാഹു രേഖപ്പെടുത്തിയ കാര്യമാണ്. മുൻകൂട്ടി അള്ളാഹു റബ്ബുൽ ആലമീൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ കാര്യവും. അള്ളാഹു പറഞ്ഞില്ലേ, ഇന്ന നഹ്നു നുഹ്യിൽ മൗത, തീർച്ചയായും നാം ആകുന്നു മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നവൻ. വനക്തുബു മാ ഖദ്ദമു വആസാറഹും, അവർ പ്രവർത്തിക്കുന്നതും അതിൻ്റെ അനന്തര ഫലങ്ങളും നാം രേഖപ്പെടുത്തുന്നതാണ്. വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫി ഇമാമിൻ മുബീൻ, എല്ലാ കാര്യങ്ങളും വ്യക്തമായ ഒരു രേഖയിൽ നാം രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തതും അതിൻ്റെ അനന്തര ഫലങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെ രേഖയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ രേഖപ്പെടുത്തപ്പെട്ട കിതാബിന് അള്ളാഹു തആല അറിയിച്ച നാമമാണ് അൽ-ലൗഹുൽ മഹ്ഫൂദ്, സംരക്ഷിത ഫലകം എന്ന് പൊതുവെ മലയാളത്തിൽ അതിനർത്ഥം പറയാറുണ്ട്. അഥവാ എല്ലാ മാറ്റത്തിരുത്തലുകളിൽ നിന്നും അത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഒരാൾക്കും അതിൽ കൈകടത്താൻ സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ ലൗഹ് അത് കാണാനോ അതിലുള്ള തീരുമാനങ്ങൾ പരിശോധിക്കാനോ മാറ്റാനോ ഒരാൾക്കും സാധിക്കുകയില്ല. പിശാചിന് സാധിക്കുകയില്ല. ഒരാൾക്കും ഒരു സൃഷ്ടിക്കും ആ ലൗഹൽ മഹ്ഫൂദിൽ ഇടപെടാൻ സാധിക്കുകയില്ല. ഒരാൾക്കും സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ കേട്ടില്ലേ, അൽ ഖദറു ഖുദ്റത്തുല്ലാഹ്, ഖദർ എന്നാൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിപ്പവും മഹത്വവും, അവൻ അക്ബറാണ് എന്ന് നമ്മൾ പറയുന്ന അള്ളാഹു അക്ബർ എന്ന് പറയുന്ന ആ വാചകം നമ്മുടെ മനസ്സിലേക്ക് ഊട്ടി ഉറപ്പിക്കപ്പെടുന്ന കാര്യമാണ് ഖദറിലുള്ള ഈമാൻ എന്നത്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ രേഖയാണ്. അള്ളാഹു രേഖപ്പെടുത്തിയത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. മൂന്നാമത്തെ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഉദ്ദേശമാണ്, തീരുമാനമാണ്. അൽ മശീഅ എന്നാണ് അതിന് പറയുക. അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ തീരുമാനിച്ചത്, അവൻ ഉദ്ദേശിച്ചത് മാത്രമേ ഇവിടെ സംഭവിക്കുകയുള്ളൂ. അള്ളാഹു ഉദ്ദേശിക്കാത്തത് സംഭവിക്കുകയില്ല. ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ മാ ശിഅ്ത കാന വ ഇല്ലം അശ, നീ എന്താണോ റബ്ബെ ഉദ്ദേശിച്ചത്, ഞാനത് ഉദ്ദേശിച്ചില്ലെങ്കിലും അത് സംഭവിക്കും. വമാ ശിഅ്തു ഇല്ലം തശ ലം യകുൻ, ഞാൻ ഉദ്ദേശിച്ചു, ഞാനൊരു കാര്യം തീരുമാനിച്ചു, പക്ഷെ നീ അത് ഉദ്ദേശിച്ചില്ല എങ്കിൽ അത് സംഭവിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്, വാക്കുകൾ നോക്കൂ നിങ്ങൾ. അള്ളാഹു റബ്ബുൽ ആലമീൻ ഉദ്ദേശിച്ചത് മാത്രമേ, തീരുമാനിച്ചത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. അള്ളാഹു ഉദ്ദേശിക്കാത്തത്, അള്ളാഹു തീരുമാനിക്കാത്തത് ഇവിടെ സംഭവിക്കുകയില്ല. അള്ളാഹു പറഞ്ഞു, വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും റബ്ബായ അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അൽ മശീഅ, ഉദ്ദേശം എന്നത് സഹോദരങ്ങളെ മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനമാവട്ടെ, അവൻ്റെ സൃഷ്ടികളുടെ പ്രവർത്തനമാവട്ടെ, അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. അള്ളാഹു ഉദ്ദേശിച്ചാൽ
ആരൊക്കെ അതിനെ എതിർത്താലും അത് സംഭവിക്കും. ഇനി എല്ലാവരും ഒരുമിച്ചുകൂടി പക്ഷെ റബ്ബ് ഉദ്ദേശിച്ചില്ല, തീരുമാനിച്ചില്ല എങ്കിൽ അത് സംഭവിക്കുകയും ഇല്ല എന്നത് നമ്മൾ മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അൽ മശീഅ, അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദർ എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിയാണ്. ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നോ അതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതാണ്. നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്നത്, ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നത് എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അതിൻ്റെ രൂപമാവട്ടെ, വിശേഷണമാവട്ടെ, ചലനമാവട്ടെ, എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികൾ മാത്രമാണ്. അള്ളാഹു പറഞ്ഞു, വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. വമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും, ഇപ്പം ഞാൻ ഈ വിരലനക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അള്ളാഹു സൃഷ്ടിച്ചത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, അള്ളാഹു ആകുന്നു എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ്. വഹുവ അലാ കുല്ലി ഷൈഇൻ വക്കീൽ, അവനാകുന്നു എല്ലാറ്റിൻ്റെയും കൈകാര്യകർത്താവ്. റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനിക്കും, അവൻ നിയന്ത്രിക്കും. അവൻ സൃഷ്ടിച്ചത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറിൽ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ സഹോദരങ്ങളെ അടങ്ങിയിരിക്കുന്നു. എന്തൊക്കെയാണത്? ഒന്ന്, അള്ളാഹുവിൻ്റെ അറിവാണ്, ഇൽമ്. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നോ അതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല അറിഞ്ഞത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അള്ളാഹു അറിയാത്ത ഒരു കാര്യവും സംഭവിക്കുന്നില്ല. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഇൽമ്, അറിവ് എല്ലാറ്റിനെയും ചൂഴ്ന്നിരിക്കുന്നു. അള്ളാഹു അറിയാത്ത ഒരു കാര്യവും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അറിവിൻ്റെ വ്യാപ്തിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചെറിയൊരു പ്രദേശം, ഈ ഒരു ചെറിയ പ്രദേശത്ത് എന്തൊക്കെ ഉണ്ട് എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഒരാളുമില്ല. ഒരാൾക്കും നൂറ്റാണ്ടുകളോളം ഇവിടെ ജീവിച്ച് മരിച്ചാലും ശരി, ഇവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എത്ര ജീവികളുണ്ട്, അതിൻ്റെ അവസ്ഥകൾ എന്താണ് എന്ന് കൃത്യമായി പറഞ്ഞു തരാൻ ഒരാളുമില്ല. അല്ലാഹു അക്ബർ. ഇത് മാത്രമാണോ പ്രപഞ്ചം? 7 ആകാശങ്ങളുണ്ട്, അതേപോലെ 7 ഭൂമികളുണ്ട് താഴേക്ക്. ഈ ആകാശഭൂമികളും അതിനിടയിലുള്ളതും എല്ലാം, അതിലെന്തൊക്കെ കാര്യങ്ങളുണ്ട്, അവിടെ എന്തൊക്കെ സംഭവിക്കണം, അവിടെ എന്തൊക്കെ സംഭവിച്ചു, ഇനി എന്തൊക്കെ സംഭവിക്കാനുണ്ട്, എല്ലാം അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അല്ലാഹു അക്ബർ. അള്ളാഹുവിൻ്റെ ഇൽമ് എത്ര വലുതാണ് നോക്കൂ നിങ്ങൾ. രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ കിതാബത്താണ്, അള്ളാഹുവിൻ്റെ രേഖ. അള്ളാഹു ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുന്നേ എല്ലാം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അതുമാത്രമേ പ്രിയമുള്ളവരെ സംഭവിക്കുകയുള്ളൂ. നമ്മൾ തലകുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. മൂന്നാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ മശീഅത്താണ്, അൽ മശീഅ. അള്ളാഹുവിൻ്റെ നടപ്പിലാവുന്ന തീരുമാനം, ഉദ്ദേശം. അള്ളാഹുവിൻ്റെ ഉദ്ദേശം, തീരുമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദ്ദേശം തീരുമാനം പോലെയല്ല. പിന്നെയോ, അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് സംഭവിക്കും, അള്ളാഹു ഉദ്ദേശിച്ചില്ലെങ്കിൽ അത് സംഭവിക്കുകയും ഇല്ല. അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുകയുള്ളൂ. വമാ തശാഊന ഇല്ലാ അയ്യശാ അല്ലാഹ്. നാലാമത്തത്, ഇതെല്ലാം റബ്ബിൻ്റെ സൃഷ്ടികളാണ്. അള്ളാഹു പടച്ചത് മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ്. ഈ 4 കാര്യങ്ങളും സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഖദറിലുള്ള ഈമാനുമായി ബന്ധപ്പെട്ട് നാം വിശ്വസിക്കേണ്ട കാര്യമാണ്. ഈ 4 കാര്യങ്ങളും നമുക്കൊരുപാട് സമാധാനവും ആശ്വാസവും നൽകും. നമ്മുടെ ജീവിതത്തിൽ
പലതും മാറി മാറി വരും. സന്തോഷവും ദുഃഖവും സങ്കടവും ഒക്കെ മാറി മാറി വരും. നമ്മുടെ ജീവിതത്തിൽ ഖൈറായാലും ഷർറായാലും അള്ളാഹുവിൻ്റെ ഖദറിലുള്ള ഈമാൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സമാധാനത്തിലും ശാന്തിയിലുമായി തീരും. എന്തുകൊണ്ട്? ഏതൊരു കാര്യം സംഭവിക്കുന്നോ എൻ്റെ റബ്ബ് അറിയാത്തതൊന്നും സംഭവിക്കുന്നില്ല. ഏതൊരു കാര്യം സംഭവിക്കുന്നോ എൻ്റെ റബ്ബ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ്റെ കിതാബിൽ ഉള്ളത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഏതൊരു കാര്യം സംഭവിക്കുന്നോ അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഏതൊരു കാര്യം സംഭവിക്കുന്നോ റബ്ബ് പടച്ചത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അൽ ഇൽമ് വൽ കിതാബ വൽ മശീഅ വൽ ഈജാദ് എന്ന് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയാറുണ്ട്. ഇനി സഹോദരങ്ങളെ, ഖദറുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ടതാണ്, ചില ആളുകൾ ചോദിക്കാറുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറുമായി ബന്ധപ്പെട്ട് അള്ളാഹു അറിഞ്ഞതും നേരത്തെ രേഖപ്പെടുത്തിയതും അള്ളാഹു ഉദ്ദേശിച്ചതും അള്ളാഹു സൃഷ്ടിച്ചതും മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്? നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നൊക്കെ നേരത്തെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്? നമ്മളിങ്ങനെ വെറുതെ നിന്നാൽ പോരെ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ചോദ്യം സഹാബികൾ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ നേതാക്കന്മാരായ സഹാബികൾ ചോദിച്ച ചോദ്യമാണിത്. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികളിൽ പെട്ട ചിലർ ചോദിച്ചു, അനഅമലു ഫി അംരിൻ മുസ്തഅനഫിൻ ഔ ഫി അംരിൻ ഖദ് ഫുരിഗ മിൻഹു. അള്ളാഹുവിൻ്റെ റസൂലെ, നമ്മൾ ഈ പ്രവർത്തിക്കുന്നത് അപ്പോൾ സംഭവിക്കുന്ന തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങളാണോ, അതല്ല നേരത്തെ തീരുമാനിക്കപ്പെട്ട കാര്യമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ ഫി അംരിൻ ഖദ് ഫുരിഗ മിൻഹു. മറിച്ച് നേരത്തെ തീരുമാനിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ പ്രവർത്തിക്കുന്നത്. അത് നേരത്തെ നമ്മൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ രേഖയിൽ ഉള്ളതുപോലെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ സഹാബി ചോദിച്ചു, ഫഫീമൽ അമൽ, അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലെ, പിന്നെന്തിനാണ് നമ്മൾ ഈ പ്രവർത്തിക്കുന്നത്? പിന്നെ നമ്മൾ അമൽ ചെയ്യേണ്ടതുണ്ടോ? നേരത്തെ അള്ളാഹു തീരുമാനിച്ചിട്ടില്ലേ കാര്യങ്ങളൊക്കെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅമലു ഫകുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹു. നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങളിൽ ഓരോരുത്തരും എന്തിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത് അതിലേക്ക് എളുപ്പം ലഭിക്കും. നിങ്ങളോട് എന്തേ പറഞ്ഞിട്ടുള്ളൂ? പ്രവർത്തിക്കുക. നിങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ് എന്നത് നിങ്ങൾ ഏതിലേക്കാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നതിനുള്ള തെളിവാണ്. സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ, നന്മയിലേക്കാണോ തിന്മയിലേക്കാണോ എന്ന നിങ്ങളുടെ ജീവിത രീതിയിൽ നിന്നും മനസ്സിലാക്കാം നിങ്ങളുടെ പോക്ക് എങ്ങോട്ടേക്കാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. ഇത് സഹോദരങ്ങളെ വളരെ മനോഹരമായ ഉത്തരമാണ്. അള്ളാഹു നേരത്തെ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ചില ആളുകൾ തങ്ങളുടെ മതനിഷേധത്തിനും കുഫറിനും തോന്നിയവാസത്തിനും അള്ളാഹുവിൻ്റെ ഖദർ തെളിവുപിടിക്കാറുണ്ട്. അള്ളാഹു നേരത്തെ തീരുമാനിച്ചത് കൊണ്ടാണ് നിരീശ്വരവാദിയായത് എന്ന് പറയും. യഥാർത്ഥത്തിൽ നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖദ്ദറ ഫഹദ, അള്ളാഹു തീരുമാനിച്ചു, ഫഹദ എന്നിട്ട് വഴി കാണിച്ച് നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കാനാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ പോക്ക് എങ്ങോട്ടേക്കാണ് എന്നത് നമ്മുടെ പ്രവർത്തനത്തിലൂടെ അറിയാൻ സാധിക്കും. അതിലേക്കാണ് അള്ളാഹു എളുപ്പം നൽകുക. ഒരാൾ നരകത്തിലേക്കാണ്, നരകത്തിനു വേണ്ടിയാണ് ഒരാൾ സൃഷ്ടിക്കപ്പെട്ടത് എങ്കിൽ അയാളുടെ പോക്ക് അതിലേക്കായിരിക്കും. അതല്ല, ഒരാൾ സ്വർഗത്തിലേക്കാണ് എങ്കിൽ അയാളുടെ പോക്ക് അങ്ങോട്ടേക്കായിരിക്കും. ഫകുല്ലുൻ മുയസ്സറുൻ
ലിമാ ഖുലിഖ ലഹു. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വഖദ് കുതിബ മഖഅദുഹു മിനൽ ജന്ന വമഖഅദുഹു മിനൻ നാർ. നിങ്ങളിൽ ഏതൊരാളുണ്ടോ അഥവാ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വർഗത്തിലെയും നരകത്തിലെയും ഇരിപ്പിടം നേരത്തെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഒരാൾ സ്വർഗത്തിലാണെങ്കിൽ അയാളുടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നരകത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. സഹാബത്ത് തിരിച്ചു ചോദിച്ചു, യാ റസൂൽ അല്ലാഹ് അഫലാ നത്തക്കിൽ, അള്ളാഹുവിൻ്റെ റസൂലെ, എങ്കിൽ നമ്മൾ അതിൽ അവലംബം അർപ്പിച്ചു കൊണ്ട് ജീവിച്ചോട്ടെ. അഥവാ സ്വർഗത്തിലാണെങ്കിൽ സ്വർഗത്തിൽ, നരകത്തിലാണെങ്കിൽ നരകത്തിൽ എന്നാണല്ലോ. എന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ മുന്നോട്ട് പോയാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, യഅമലു ഫകുല്ലുൻ മുയസ്സറുൻ, നിങ്ങൾ പ്രവർത്തിക്കുക, നിങ്ങൾ ഓരോരുത്തരും എന്തിലേക്കാണോ അതിലേക്ക് എളുപ്പം നൽകപ്പെടും. എന്നിട്ട് അള്ളാഹുവിൻ്റെ കിതാബിലെ ആയത്ത് പാരായണം ചെയ്തു, ഫഅമ്മാ മൻ അഅതാ വത്തഖ, ആരാണോ നൽകുന്നത്, സൂക്ഷ്മത പാലിക്കുന്നത്, വസദ്ദഖ ബിൽ ഹുസ്ന, ഏറ്റവും വലിയ സത്യം അതിനെ സത്യപ്പെടുത്തുന്നത്, ഏറ്റവും വലിയ നന്മ അതിനെ സത്യപ്പെടുത്തുന്നത്, ഫസനുയസ്സിറുഹു ലിൽ യുസ്ര, അവന് എളുപ്പത്തിലേക്ക് അള്ളാഹു വഴി നടത്തും, അവൻ എളുപ്പം നൽകും. നേരെ തിരിച്ചാണെങ്കിലോ, കളവാക്കുകയും പിശുക്ക് കാണിക്കുകയും ചെയ്താൽ, ധിക്കാരം കാണിച്ചാൽ, ഫസനുയസ്സിറുഹു ലിൽ ഉസ്ര, ഞെരുക്കത്തിലേക്കാണ് അവന് എളുപ്പം നൽകപ്പെടുക. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്. നേരത്തെ തീരുമാനിച്ചതുപോലെ സംഭവിക്കുമല്ലോ, നമ്മൾ എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത്? എന്തിനാണ് നമ്മൾ ഈ പ്രയാസപ്പെട്ട് 5 നേരം നിസ്കരിച്ച് വിശ്വാസം ഉൾക്കൊണ്ട് ഇങ്ങനെ നല്ല മനുഷ്യരായി ജീവിക്കുന്നത് എന്തിനാണ്? എന്തിലേക്കാണോ അള്ളാഹു സൃഷ്ടിച്ചത് അതിലേക്ക് എന്തായാലും പോകുമല്ലോ. അതിലേക്ക് എന്തായാലും പോകും, ഒരു സംശയവും വേണ്ടതില്ല. പക്ഷെ നമ്മോട് പറഞ്ഞത് എന്താണ്? പ്രവർത്തിക്കാനാണ്. നമ്മോട് പറഞ്ഞത് പ്രവർത്തിക്കാൻ മാത്രമാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുകയും വഴി കാണിച്ചു തരികയും ചെയ്തത്. വഹദൈനാഹു നജ്ദൈൻ, അള്ളാഹു പറഞ്ഞില്ലേ, 2 വഴി നാം അവർക്ക് കാണിച്ചു കൊടുത്തു. 2 വഴി കാണിച്ചു കൊടുത്തു. അതിൽ ഏത് വഴിയും ഒരാൾക്ക് സ്വീകരിക്കാം. പക്ഷേ ഓരോ വഴിക്കും അതിൻ്റെതായ അനന്തര ഫലങ്ങളുണ്ടാകും. 2 വഴിയിൽ ഒരു വഴി നരകത്തിലേക്കാണ്, മറ്റേ വഴി സ്വർഗത്തിലേക്കുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് തീരുമാനിച്ചത് എന്നത് നമുക്കറിയില്ല. എന്നാൽ ഓരോരുത്തർക്കും അവരവർ സൃഷ്ടിക്കപ്പെട്ടതിലേക്ക് അള്ളാഹു എളുപ്പം നൽകും. അതുകൊണ്ട് തന്നെ പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് ഇസ്ലാമിലെ നിയമങ്ങൾ അള്ളാഹു വഹയ്യായി ഇറക്കി തന്നത്. എല്ലാവരെയും സൃഷ്ടിച്ചിട്ടുണ്ട്, നേരത്തെ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ വടി പോലെ നിന്നാൽ മതി എന്നല്ല പറഞ്ഞത്. പിന്നെയോ നിയമങ്ങൾ അള്ളാഹു അവതരിപ്പിച്ചു. ഓരോ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ, ഇബാദത്തുകൾ, പ്രതിഫലം, അതുപോലെ ചില കാര്യങ്ങൾ വിലക്കി അതിൻ്റെ കാരണം പറഞ്ഞു, അതിൻ്റെ അനന്തരഫലം പറഞ്ഞു, സ്വർഗത്തിൻ്റെ സുഖാനുഭൂതികളെക്കുറിച്ച് പറഞ്ഞു, നരകത്തിലെ ശിക്ഷകളെക്കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ എന്തിനാണ്? അള്ളാഹു നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മോട് പ്രവർത്തിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരുപാട് പ്രാർത്ഥനകൾ കാണാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്ന നിരവധി പ്രാർത്ഥനകൾ എന്താണ്? അല്ലാഹുമ്മ റഹ്മതക അർജു, അല്ലാഹുവേ നിന്റെ കാരുണ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു, നിന്റെ കാരുണ്യമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഫലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും എൻ്റെ കാര്യങ്ങൾ നീ എന്നിലേക്ക് ഏൽപ്പിക്കരുതേ. വാസ്ലിഹ് ലി ശഅനി കുല്ലഹു, എൻ്റെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കി തരണേ. ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. എന്തിനാണ് ഈ പ്രാർത്ഥന? എന്തിനാണ് ഈ പ്രാർത്ഥന? അല്ലാഹു എൻ്റെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കി തരണേ എന്നെന്തിനാണ് പറയുന്നത്? പ്രവർത്തിച്ചുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കണം. അതുപോലെ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ അല്ലാഹുവേ എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ. കാരണം എന്താ? ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ 2 വിരലുകൾക്കിടയിലാണ്.
അള്ളാഹു റബ്ബുൽ ആലമീൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും, അല്ലാത്തവരെ അള്ളാഹു തെറ്റിച്ചു കളയും. ഓരോരുത്തർക്കും യോജിച്ചത് അള്ളാഹു നൽകും. അതുപോലെ ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് കാണാം. ഇനി സഹോദരങ്ങളെ നോക്കൂ, മറ്റൊരു സംഭവം നമുക്ക് കാണാം. ഒരിക്കൽ ഒരാൾ അയാളുടെ വാഹനമൃഗവുമായി വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ അതിനെ അയച്ചു വിട്ടുകൊണ്ട് തവക്കുൽ ചെയ്താൽ മതിയോ, അതല്ല കെട്ടിയിടണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനെ കെട്ടിയിടുക, എന്നിട്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. അള്ളാഹു തീരുമാനിച്ചതേ സംഭവിക്കുകയുള്ളൂ. പക്ഷെ നമ്മോട് പ്രവർത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ അതിനെ അയച്ചു വിട്ടിട്ട് പറയണം അള്ളാഹിൻ്റെ ഖദർ പോലെ സംഭവിക്കും എന്ന് പറയാനാണോ പഠിപ്പിക്കപ്പെട്ടത്? അല്ല, മറിച്ച് അതിനെ കെട്ടിയിടാൻ, അതിനെ സംരക്ഷിക്കാൻ പറഞ്ഞു. എന്നിട്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. ബാക്കി സംഭവിച്ചാൽ അത് അള്ളാഹുവിൻ്റെ ഖദർ, എന്താണോ അള്ളാഹു ഉദ്ദേശിച്ചത് സംഭവിക്കും. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇത് ഈ കാലത്ത് ചില ആളുകൾ ഫിത്ന ഉദ്ദേശിച്ചുകൊണ്ട് ചോദിക്കാറുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിരീശ്വരവാദികൾ, മത നിഷേധികൾ മുസ്ലിമീങ്ങളുടെ, മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ രോഗമുണ്ടാക്കാൻ ഈ ജാതി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നേരത്തെ രേഖപ്പെടുത്തിയതുപോലെയല്ലേ സംഭവിക്കുകയുള്ളൂ എന്നൊക്കെ അവർ ചോദിക്കുന്നത് എന്തിനാണ്? സ്വഹാബികൾ ചോദിച്ച് അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ്. ഇന്ന് ചില ആളുകൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ പടച്ചുവിടുന്നത് എന്തിനാണ്? മുസ്ലിമീങ്ങളുടെ ഹൃദയങ്ങൾക്ക് രോഗമുണ്ടാക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ വ്യക്തമായ ഉത്തരമുണ്ട്. ഓരോരുത്തരും എന്തിലേക്കാണോ സൃഷ്ടിക്കപ്പെട്ടത് അതിലേക്ക് എളുപ്പം നൽകപ്പെടും. യഅ്മലു, ആ വാക്ക് നമ്മുടെ മനസ്സിൽ കുത്തിവെക്കുക. യഅ്മലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പ്രവർത്തിക്കുക. അതാണ് നമ്മോടുള്ള കൽപ്പന, നിങ്ങൾ പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യഹ്രിസ് അലാ മാ യൻഫഉക വസ്തഇൻ ബില്ലാഹ്. മനോഹരമായ ഒരു ഹദീസാണിത്. യഹ്രിസ് അലാ മാ യൻഫഉക വസ്തഇൻ ബില്ലാഹ്. നിനക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളിൽ നീ പരിശ്രമിക്കുക, താല്പര്യം കാണിക്കുക. വസ്തഇൻ ബില്ലാഹ്, നീ അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. വലാ തഅജസന്ന, നീ അശക്തനായി പോകരുത്. അഥവാ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പ്രവർത്തിക്കുക, നമ്മൾ നന്മകളിൽ മുന്നേറുക. എന്നിട്ട് അതിന് അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. റബ്ബേ, എന്നെ സഹായിക്കണേ, ഉറപ്പിച്ചു നിർത്തണേ, എനിക്ക് തൗഫീഖ് നൽകണേ എന്നൊക്കെ റബ്ബിനോട് ചോദിക്കുക. അശക്തനായി പോകരുത്, എനിക്കൊന്നും കഴിയില്ല, അള്ളാഹു ഉദ്ദേശിച്ച പോലെ നടക്കട്ടെ എന്നല്ല നീ പറയേണ്ടത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ അസാബക ശൈഉൻ ഫലാ തഖുൽ ലൗ അന്നി ഫഅൽതു കദാ കദാ വകദാ. ഇനി നിനക്ക് വല്ല മുസീബത്തും സംഭവിച്ചു, നിനക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും നിന്റെ ജീവിതത്തിലേക്ക് വന്നെന്ന് വിചാരിക്കാം. ഇത് സഹോദരങ്ങളെ അടിവരയിട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മഹത്തായ കാര്യമാണിത്. ഈ വിഷയത്തിൽ പലർക്കും അബദ്ധം സംഭവിക്കാറുണ്ട്. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഖദറിൽ അബദ്ധം സംഭവിക്കുമെന്ന് പറഞ്ഞത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം പരിശോധിച്ച് നോക്കിയാൽ ബോധ്യപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ അസാബക ശൈഉൻ, ഇനി നിനക്ക് വല്ലതും സംഭവിച്ചു, നിനക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും പ്രയാസമുണ്ടായി, മുസീബത്തുണ്ടായി, നീ ഇഷ്ടപ്പെടാത്ത വല്ലതും നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഫലാ തഖുൽ ലൗ അന്നി ഫഅൽതു കദാ കദാ വകദാ, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾ അതുവഴി പോയി, അയാൾ അവിടെ വീണുപോയി. അപ്പോൾ പറയുകയാണ്, ഞാൻ അതിലൂടെ പോവാതിരുന്നാൽ മതിയായിരുന്നു, വെറുതെ പോയത്. അല്ലെങ്കിൽ ആ സംഭവം ഒരാളോട് പറഞ്ഞാൽ പറയൂ, നിന്നോടാരാ അതുവഴി പോകാൻ പറഞ്ഞത്? അതുവഴി പോകാൻ പറ്റുമോ? എന്തിനാ പോയത്? എന്തിനാണ് വെറുതെ പോയത് എന്ന് നീ പറയരുത് എന്നാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നതാണ്. മറിച്ച് എന്തു പറയണം? വലാകിൻ ഖുൽ ഖദറുല്ലാഹി വമാ ശാഅ ഫഅല, അതല്ലെങ്കിൽ ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅല. പഠിച്ചു വെക്കണം ഇത്. ഓരോരുത്തരും, സഹോദരങ്ങളും സഹോദരിമാരും ഉമ്മമാരും പഠിച്ചു വെക്കണം. എന്താണ് നമ്മൾ പറയേണ്ടത്? ഖദറുല്ലാഹി വമാ ശാഅ ഫഅല. അള്ളാഹുവിൻ്റെ ഖദറാണ്, അള്ളാഹുവിൻ്റെ തീരുമാനമാണ്.
അള്ളാഹു ഉദ്ദേശിച്ചത് അവൻ പ്രവർത്തിക്കും. ഫഇന്ന ലൗ തഫ്തഹു അമല ശൈത്താൻ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന ലൗ തഫ്തഹു അമല ശൈത്താൻ, തീർച്ചയായും ലൗ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്ന ആ വാക്കാണ്. അത് പിശാചിൻ്റെ പ്രവർത്തനം തുറക്കുന്ന കാര്യമാണത്. നമ്മുടെ മനസ്സിൽ ദുർബോധനം ഉണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെ ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു, അതുവഴി പോവാതിരുന്നാൽ മതിയായിരുന്നു, വെറുതെ ആ കച്ചവടം ചെയ്തത്, വെറുതെ അയാൾക്കത് കൊടുത്തത്, വെറുതെ ഞാൻ പോയത് എന്ന് പറയാൻ പാടില്ല എന്നാണ്. ഇത് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല ഈ പറഞ്ഞ വാക്കുണ്ടല്ലോ ഖദറുല്ലാഹി വമാ ശാഅ ഫഅല എന്നത് നമ്മുടെ ഖദറിലുള്ള ഈമാനാണ് അറിയിക്കുന്നത്. നമ്മുടെ മനസ്സിൽ ഒരു പക്ഷേ അനിഷ്ടകരമായിരിക്കും, പ്രയാസം ഉണ്ടാവും, വല്ലാത്ത പ്രയാസമായിരിക്കും, ചിലപ്പോൾ കാല് വെച്ച് കുത്തിപ്പോവും, ഇടിച്ചു പോവും, നല്ല വേദന ഉണ്ടാവും, കണ്ണിന്ന് വെള്ളം വരും. നമ്മൾ എന്തു പറയണം? ഖദറുല്ലാഹ് വമാ ശാഅ ഫഅല എന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങൾ മനസ്സിന് ആശ്വാസവും സമാധാനവും ലഭിക്കും. കാരണം അള്ളാഹുവിൻ്റെ ഖദറിന് കീഴൊതുങ്ങലാണത്. ഏതൊരു വിഷയത്തിലും നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്ന കാര്യമാണിത്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഖദറുല്ലാഹി വമാ ശാഅ ഫഅല, അതല്ലെങ്കിൽ ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅല എന്ന് നമ്മൾ പറയുക. അത് നമ്മുടെ ഖദറിലുള്ള ഈമാനിൻ്റെ ദൃഢതയാണ് അറിയിക്കുന്നത്. ഇത് സഹോദരങ്ങളെ ഏതൊരു വിഷയം വന്നാലും, ഏതൊരു മുസീബത്ത് വന്നാലും, ഏതൊരു പ്രയാസം വന്നാലും ഒരു മുഅ്മിനിന് ഇതാണ് പറയാനുള്ളത്. നമ്മൾ പ്രവർത്തിക്കുക, നമ്മൾ സൽക്കർമ്മങ്ങളിൽ മുന്നേറുക. എല്ലാ കാര്യങ്ങളും നമ്മൾ ഇഷ്ടപ്പെട്ടതുപോലെ സംഭവിക്കണം എന്നില്ല. അതിനെതിരെ സംഭവിച്ചാൽ നമുക്ക് പറയാനുള്ളത് ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവസാനം നോക്കുക. അതുപോലെ തന്നെ ഖദറുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ. നേരത്തെ പറഞ്ഞില്ലേ, അള്ളാഹു നേരത്തെ തീരുമാനിച്ചതുപോലെയാണ് സംഭവിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനാണ് പ്രവർത്തിക്കുന്നത് എന്ന് സഹാബികൾ വൈജ്ഞാനികമായി ചോദിച്ചതാണെങ്കിലും ഇന്ന് ചില ആളുകൾ മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിന് രോഗമുണ്ടാക്കാനാണ് ചോദിക്കുന്നത്. എന്തിനാണത് അവരങ്ങനെ ചോദിക്കുന്നത്? അവരുടെ തിന്മകൾക്ക് തെളിവ് പിടിക്കാനാണ്. അവരുടെ തിന്മകൾക്ക് തെളിവ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പഴയ കാലത്ത് അള്ളാഹുവിലോ അവൻ്റെ ദീനിലോ വിശ്വാസമില്ലാത്ത ആളുകൾ എടുത്ത തന്ത്രമായിരുന്നു. സൂറത്തുൽ അൻആമിൽ നമുക്ക് കാണാം, അള്ളാഹു പറഞ്ഞു, സയഖൂലുൽ ലദീന അശ്റകൂ, അള്ളാഹുവിൽ പങ്കുചേർത്ത മുശ്രിക്കുകളായ ആളുകൾ പറഞ്ഞു, ലൗ ശാ അല്ലാഹു മാ അശ്റക്നാ വലാ ആബാഉനാ വലാ ഹറംനാ മിൻ ഷൈഇൻ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ശിർക്ക് ചെയ്യില്ലായിരുന്നു, നമ്മുടെ പിതാക്കൾ ശിർക്ക് ചെയ്യില്ലായിരുന്നു. നോക്കൂ, അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിലേക്ക് അവർ തങ്ങളുടെ തിന്മയെ ചേർത്തുകയാണ്. അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് എന്നാണ് നബിമാരൊക്കെ വന്ന് പഠിപ്പിച്ചു കൊടുത്തത്. എല്ലാ നബിമാരും പറഞ്ഞ അതാണ്, എല്ലാ കിതാബുകളിലും ഉള്ളത് അതാണ്. എന്നിട്ട് അതിന് നേർ വിപരീതമായി പ്രവർത്തിച്ചു. എന്നിട്ട് അവർ പറയുകയാണെന്ത്? അള്ളാഹു ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് ഈ കാലത്തും ചില ആളുകൾ അങ്ങനെയാണ് പറയാറുള്ളത്. ഒരുത്തൻ മതനിഷേധിയായി പോയാൽ അവൻ പറയും, അള്ളാഹു ഉദ്ദേശിച്ചുകൊണ്ടല്ല അങ്ങനെ ആയത്, അള്ളാഹു നേരത്തെ എൻ്റെ കാര്യത്തിൽ തീരുമാനിച്ചത് അങ്ങനെയാണ്, അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുകയുള്ളൂ. മഹാന്മാരായ ഉലമാക്കൾ ഈ പറയുന്ന പൊള്ളവാദത്തിന് അക്കമിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ആധുനികരായ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇങ്ങനെ തങ്ങളുടെ തിന്മകൾക്ക് അള്ളാഹുവിൻ്റെ ഖദറിനെ കൂട്ടുപിടിക്കുന്ന ആളുകളോട് നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അവരോട് തിരിച്ച് നമുക്ക് ചില ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്നാമത്തെ ചോദ്യം, അവർക്കൊരു സ്ഥലത്തേക്ക് യാത്ര പോകണം. 2 വഴികളുണ്ട്. ഒരു വഴി ദുർഘടമായ പ്രയാസം നിറഞ്ഞ വഴിയാണ്. രണ്ടാമത്തെ വഴി നല്ല സുഖമായി യാത്ര ചെയ്യാൻ സാധിക്കുന്ന വഴിയാണ്. ഇതിൽ നീ ഏത് തിരഞ്ഞെടുക്കും? ബുദ്ധിയുള്ള ഏതൊരാളും തിരഞ്ഞെടുക്കുക നല്ല
വഴിയായിരിക്കും. എന്നാൽ തങ്ങളുടെ തിന്മക്ക് ഖദറിനെ കൂട്ടുപിടിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത്, നീ പ്രയാസം നിറഞ്ഞ വഴി തിരഞ്ഞെടുക്കണം. കാരണം നിനക്ക് അള്ളാഹു നിശ്ചയിച്ചത് അതാണ് എന്നെന്തുകൊണ്ട് നീ ആ വിഷയത്തിൽ പറയുന്നില്ല? മനസ്സിലായോ? ഭൗതികമായ കാര്യത്തിൽ നിന്റെ നേട്ടത്തിന് നീ എന്തു ചെയ്യും? നല്ലത് തിരഞ്ഞെടുക്കും, മോശമായത് ഉപേക്ഷിക്കും. മതപരമായ ഒരു കാര്യം പറഞ്ഞാൽ തിന്മ സ്വീകരിക്കും, നന്മ ഉപേക്ഷിക്കും. എന്നിട്ട് പറയും എനിക്ക് അള്ളാഹു തീരുമാനിച്ചതാണ്. അതേപോലെ തിരിച്ച് മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. നിന്റെ മുമ്പിലേക്ക് 2 ജോലി വന്നു. ഒന്ന് ഉയർന്ന ശമ്പളമുള്ള ജോലിയാണ്, രണ്ടാമത്തത് വളരെ കുറഞ്ഞ ശമ്പളമുള്ള ജോലിയാണ്. നീ ഏത് തിരഞ്ഞെടുക്കും? ഉയർന്ന ശമ്പളമുള്ളതാണ് തിരഞ്ഞെടുക്കുക. എന്തുകൊണ്ട് നീ താഴ്ന്ന ശമ്പളമുള്ളത് തിരഞ്ഞെടുത്തിട്ട് എനിക്ക് അള്ളാഹു തീരുമാനിച്ചത് ഇതാണ് എന്ന് നീ പറയുന്നില്ല? സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമായ ചോദ്യമാണ്. ഇതുപോലെയാണ് തിന്മകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖദറിനെ കൂട്ടുപിടിക്കുന്നവരോട് നമുക്ക് ചോദിക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖദ്ദറ ഫഹദ, നേരത്തെ നമ്മൾ പറഞ്ഞ ആയത്താണ്. അള്ളാഹു തീരുമാനിച്ചു, എന്നിട്ട് അള്ളാഹു മാർഗദർശനം നൽകി, വഴി കാണിച്ചു. നിനക്കെന്തുകൊണ്ട് വഹദൈനാഹു നജ്ദൈൻ, 2 വഴി കാണിച്ചിട്ടുണ്ട്, നല്ല വഴി തിരഞ്ഞെടുത്തൂടാ? നീ നല്ല വഴി തിരഞ്ഞെടുക്കൂ. എന്നിട്ട് പറയൂ എനിക്ക് അള്ളാഹു ഇതാണ് ഖദറാക്കിയത്. അതല്ലാതെ മതപരമായ വിഷയത്തിൽ എല്ലാം അള്ളാഹുവിൻ്റെ ദീനിനെതിരായത് പ്രവർത്തിച്ചുകൊണ്ട് എനിക്കിതാണ് ഖദറാക്കിയത് എന്ന് പറയുക. ഭൗതികമായ ഏത് വിഷയമുണ്ടെങ്കിലും നല്ലത് തിരഞ്ഞെടുക്കുക. അതേപോലെ മറ്റൊരു ചോദ്യം പണ്ഡിതന്മാർ പറഞ്ഞു, നിനക്ക് രോഗം വന്നാൽ നീ ചികിത്സിക്കരുത്. നീ ആ രോഗത്തിലായിക്കൊണ്ട് മരിക്കാൻ തയ്യാറാവണം. കാരണം എന്താ? നിനക്ക് അള്ളാഹു തീരുമാനിച്ച അതാണ് എന്ന് നീ എന്തുകൊണ്ട് പറയുന്നില്ല ആ വിഷയത്തിൽ? നീ ഡോക്ടറെ അടുത്ത് പോകും, കൈപ്പേറിയ മരുന്നുകൾ കഴിക്കും, ശരീരം കീറി മുറിക്കണമെങ്കിൽ അതിന് തയ്യാറാകും, ഒരുപാട് വേദന സഹിക്കും. എന്തിനു നീ സഹിക്കണം? എനിക്ക് അള്ളാഹു തീരുമാനിച്ചത് മരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് നീ വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കുന്നില്ല? സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഖദർ എന്നത് നമ്മുടെ തിന്മകൾക്ക് തെളിവുപിടിക്കാനുള്ളതല്ല. അള്ളാഹു തീരുമാനിച്ചതേ സംഭവിക്കുന്നുള്ളൂ, ശരിയാണ്. ചോദിക്കട്ടെ, അള്ളാഹു തീരുമാനിച്ചത് ഇതാണ് എന്ന് നിന്നോട് ആര് പറഞ്ഞു? അള്ളാഹു നിനക്ക് തീരുമാനിച്ചത് ശിർക്കും കുഫറും മദ്യപാനവും വ്യഭിചാരവും അവിഹിത ബന്ധവും തോന്നിയവാസവുമാണ് എന്ന് നിന്നോട് ആര് പറഞ്ഞു? നമ്മളോട് ആരോടെങ്കിലും പറഞ്ഞിരുന്നോ? ആരോടെങ്കിലും അള്ളാഹു പറഞ്ഞിരുന്നോ നിങ്ങൾക്കിതാണ് ഞാൻ തീരുമാനിച്ചത്, അതുകൊണ്ട് അതിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെയോ യഅമലു ഫകുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹു, ഏതിലേക്കാണോ സൃഷ്ടിക്കപ്പെട്ടത് അതിലേക്ക് എളുപ്പം നൽകും. എന്തുകൊണ്ട്? ദുനിയാവിൻ്റെ ഭൗതികമായ കാര്യത്തിൽ നീ നന്മ സ്വീകരിക്കുന്നു, നല്ല വഴിയിലൂടെ മാത്രമേ പോവുള്ളൂ, നല്ലത് മാത്രമേ എടുക്കുള്ളൂ, നല്ല വാഹനത്തിലേ സഞ്ചരിക്കുള്ളൂ. എന്തുകൊണ്ട് നടന്നു പോകുന്നില്ല? എന്തിനാണ് വാഹനത്തിൽ കയറിപ്പോകുന്നത്? നടന്നു പോകണം, എനിക്ക് അള്ളാഹു തീരുമാനിച്ചത് ഇതാണ് എന്ന് പറഞ്ഞൂടെ? ഇല്ല, പറയൂല. എന്നാൽ ദീനിൻ്റെ കാര്യം എത്തുമ്പോൾ നേരെ തിരിച്ചായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ നോക്കൂ, അള്ളാഹുവിൻ്റെ ഖദർ, അതിൽ തെറ്റിപ്പോവാതെ നമ്മുടെ വിശ്വാസം ഊട്ടി ഉറപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ഖദറിലെ ഖൈറിലും ഷർറിലും നാം വിശ്വസിക്കണം. നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഖദർ അത് സംഭവിക്കുമ്പോൾ ഖൈറും ഷർറും ഉണ്ടാകും. ഖൈർ മാത്രമേ അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ പാടുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾക്ക് ഒരു നന്മ ലഭിച്ചു, അള്ളാഹുവിലേക്ക് ചേർത്തി പറയണം, അൽഹംദുലില്ലാ എനിക്ക് അള്ളാഹു നൽകിയതാണ് എന്ന് പറയണം. ഒരു രോഗം ബാധിച്ചു, മരുന്ന് കഴിച്ചപ്പോൾ രോഗം മാറി. നമ്മൾ പറയേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ശിഫാ നൽകി എന്നാണ് പറയേണ്ടത്. അതല്ലെങ്കിൽ ഇന്ന ഡോക്ടറെ കാണിച്ചപ്പോൾ അദ്ദേഹം മരുന്ന് തന്നപ്പോൾ ആ മരുന്ന് കഴിച്ചപ്പോൾ അള്ളാഹു എനിക്ക് ശിഫാ നൽകി എന്നാണ് നമ്മൾ പറയേണ്ടത്. ആ ഡോക്ടർ എനിക്ക് രോഗം മാറ്റി തന്നു എന്ന് പറയരുത്. സാധാരണ സംസാരങ്ങളിൽ വരുന്നതാണ്, ആ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ രോഗം മാറി എന്ന് പറയും. അതൊരു വാക്കിൽ ഉള്ള സൂക്ഷ്മത കുറവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് പറഞ്ഞ ഒരാളെ ദീനിൽ നിന്ന് പുറത്താക്കേണ്ടതില്ല, സാധാരണ പറഞ്ഞു പോകുന്നതായിരിക്കും. പക്ഷേ അതുപോലും നമ്മൾ സൂക്ഷിക്കണം. നന്മകളെല്ലാം റബ്ബിലേക്ക് ചേർത്തി പറയണം. ഇനി ഒരാൾക്ക് വല്ല മുസീബത്തും വന്നാൽ എനിക്ക് മാത്രം അള്ളാഹ് ഇങ്ങനെ തന്നു, അള്ളാഹു എന്നോട് ചെയ്തത് കണ്ടോ
എന്ന് പറയരുത്. അള്ളാഹു എന്നോട് ഇങ്ങനെയാണ് ചെയ്തത് എന്ന് പറയരുത്. മറിച്ച് ഖദറുല്ലാഹി വമാ ശാഅ ഫഅല. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ ദീനിൽ എത്ര മനോഹരമായിട്ടാണ് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, അമ്പിയാക്കൾക്ക് എത്രയാണ് പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നമുക്കതിൻ്റെ ഒരു ശതമാനം പോലും ഉണ്ടായിട്ടില്ല. നിങ്ങൾ നോക്കൂ, നബിമാർക്കുണ്ടായ പരീക്ഷണങ്ങൾ എത്രയാണ്. അവർ ആ ഖദറിൽ, അള്ളാഹുവിൻ്റെ വിധി തീരുമാനത്തിൽ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു അവർക്ക് വലിയ സ്ഥാനം നൽകി. അള്ളാഹു അവരെ ഉയർത്തി. അവർക്ക് അള്ളാഹു സ്വർഗം നൽകി. സ്വർഗം ഉറപ്പാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു നബിമാരെക്കുറിച്ച്, നല്ലവരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെക്കുറിച്ച്. എന്തുകൊണ്ടാണ്? അവർ ഈ പറഞ്ഞ ഈമാനിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പാലിച്ചവരാണ്. ഏത് വിഷയം എടുത്തു നോക്കൂ നിങ്ങൾ, ഏത് വിഷയവും. നബിമാരിലില്ലാത്ത സംഭവങ്ങളുണ്ടോ? ഒരുപാട് പ്രയാസങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അത്തരം പ്രയാസങ്ങളൊന്നും അൽഹംദുലില്ലാ വന്നിട്ടില്ല. രോഗം കൊണ്ട് പ്രയാസപ്പെട്ട പ്രവാചകനില്ലേ? ആരാണ്? അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. രോഗം കൊണ്ട് ഒരുപാട് കാലം പ്രയാസപ്പെട്ടിട്ടുണ്ട്. മക്കളെ കിട്ടാൻ പ്രയാസപ്പെട്ട നബിമാരുണ്ട്. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം പറഞ്ഞ മനോഹരമായ വാക്ക് സൂറത്തു മറിയമിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാം. അദ്ദേഹം അള്ളാഹുവിനോട് ഒരു അനന്തരാവകാശിയെ നൽകണമെന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹുവിനോട് അദ്ദേഹം പറയുന്നുണ്ട്, അള്ളാഹുവേ, എൻ്റെ എല്ലുകൾക്ക് ക്ഷയം ബാധിച്ചു, എൻ്റെ തല നരച്ച് തിളങ്ങിയിരിക്കുന്നു. അഥവാ ദുർബലത, തൻ്റെ ദൗർബല്യം എടുത്തു പറഞ്ഞു അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, വലം അകും ബിദുആഇക റബ്ബി ശഖിയ്യ. അള്ളാഹുവേ, നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ദൗർഭാഗ്യവാനായി പോയിട്ടില്ല. നോക്കൂ, കാലങ്ങളോളം ഒരുപാട് കാലം പ്രയാസപ്പെട്ടു. പക്ഷേ അള്ളാഹുവിൻ്റെ ഖദറിനെതിരെ സംസാരിച്ചിട്ടില്ല. അള്ളാഹു എനിക്ക് മാത്രം ഇങ്ങനെ തന്നു എന്ന് പല ആളുകളും പറയാറുണ്ട്. ഇല്ല പ്രിയമുള്ളവരെ, നമ്മളല്ലാത്തവരിലേക്ക് നോക്കൂ. സംസാരിക്കാൻ സാധിക്കാത്തവരില്ലേ? നടക്കാൻ കഴിയാത്തവരില്ലേ? അവയവങ്ങൾ ശരിയായ രൂപത്തിലില്ലാത്തവരില്ലേ? അരക്ക് കീഴെ ചലിക്കാത്തവരില്ലേ? എത്ര ആളുകളുണ്ട് ലോകത്ത് പ്രയാസപ്പെടുന്ന. ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലാത്തവർ എത്ര ആളുകളുണ്ട്. നമുക്കെന്തെങ്കിലും പ്രയാസമുണ്ടോ? എത്ര സുഖത്തിലാണ് അൽഹംദുലില്ലാ നമ്മൾ ജീവിക്കുന്നത്. എന്നാലും ഒരു മുള്ളു കുത്തിയാൽ നമ്മൾ പറയും, അള്ളാഹു എന്നോട് ചെയ്തത് കണ്ടോ. സുഖലോലുപതയിലായിരിക്കും ജീവിതം. ചെറിയൊരു മുസീബത്ത് വന്നാൽ റബ്ബിനെ പഴി പറയുന്ന, അള്ളാഹുവിൻ്റെ ഖദറിനെതിരെ സംസാരിക്കുന്ന. അപ്പോൾ അയാൾ പറയും, എന്താണ്, എനിക്ക് മാത്രമേ ഇതുണ്ടായിട്ടുള്ളൂ, ലോകത്ത് പിന്നെ ഒരാളെയും കാണുകയില്ല. അങ്ങനെ ഒരിക്കലും സഹോദരങ്ങളെ നമ്മൾ ആവരുത്. നമ്മുടെ ഖദറിലുള്ള ഈമാൻ എന്നത് നമ്മുടെ ദീൻ, നമ്മുടെ തൗഹീദ് നിലനിർത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ ഖദറിൽ അടങ്ങിയ 4 കാര്യങ്ങൾ ഒന്നുകൂടി ഒരു ഓർമ്മ പുതുക്കൽ എന്ന നിലക്ക് പറയട്ടെ. ഒന്ന്, അള്ളാഹുവിൻ്റെ ഇൽമാണ്. രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ കിതാബ, അള്ളാഹുവിൻ്റെ രേഖ. മൂന്നാമത്തേത് അള്ളാഹുവിൻ്റെ മശീഅത്ത്, ഉദ്ദേശം, തീരുമാനം. നാലാമത്തേത് അള്ളാഹു സൃഷ്ടിച്ചത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. നോക്കിയേ, ഈ പറഞ്ഞ 4 കാര്യങ്ങളും ഒരു സംഭവം നടക്കുമ്പോൾ അതിൻ്റെ പിന്നിലുണ്ട്. എത്ര ആശ്വാസകരമാണ് ഒരു മുഅ്മിനിന്. ഇനി സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഖദറിലുള്ള ഈമാൻ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ചില ഗുണങ്ങളാണ്. അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിലൊന്നാമത്തത്, ഹൃദയത്തിന് ശക്തി ലഭിക്കും. അള്ളാഹുവിൻ്റെ ഖദറാണിത് എന്നൊരാൾ അയാളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം ആ രൂപത്തിൽ മനസ്സിലാക്കിയാൽ ഹൃദയം ഒരിക്കലും ക്ഷയിച്ചു പോവുകയില്ല. ഹൃദയത്തിന് ദൗർബല്യം സംഭവിക്കുകയില്ല. മറിച്ച് ഖുവ്വത്താണ്, ശക്തിയാണ് ഉണ്ടാവുക. ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്യുക. അള്ളാഹുവിൻ്റെ കഴിവ്, അവൻ്റെ ഖുദ്റത്തിനെ കുറിച്ച് ബോധ്യപ്പെടും. രണ്ടാമത്തേത്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് വർദ്ധിക്കും. എൻ്റെ റബ്ബ് അറിഞ്ഞതും രേഖപ്പെടുത്തിയതും ഉദ്ദേശിച്ചതും സൃഷ്ടിച്ചതും മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അള്ളാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. അള്ളാഹുവിൻ്റെ ഖദറിനെ തിരുത്താൻ ഒരാളുമില്ല. റബ്ബിൻ്റെ മഹത്വവും വലിപ്പവും അതിലൂടെ നമുക്ക് ബോധ്യപ്പെടും. മൂന്നാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുൽ ചെയ്യാൻ നമുക്ക്
സാധിക്കും. എന്തുകൊണ്ട്? നമ്മൾ എന്തു ചെയ്തിട്ടും കാര്യമില്ല, നമ്മൾ പ്രവർത്തിക്കുക എന്നത് മാത്രമാണ്. ഒരു കാര്യം നമ്മൾ ചെയ്താൽ റബ്ബിൽ അവലംബം അർപ്പിക്കാൻ നമ്മെ അത് സഹായിക്കും. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതേ സംഭവിക്കുകയുള്ളൂ. എല്ലാവരും ഒരുമിച്ച് ചേർന്നാലും റബ്ബ് ഉദ്ദേശിച്ചതേ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മേന്മയും നമ്മുടെ പണവും നമ്മുടെ സമ്പത്തും ഒരിക്കലും എടുത്തു പറയാൻ നമുക്ക് അർഹതയില്ല. മറിച്ച് നമ്മൾ എന്ത് കാരണങ്ങൾ ഉണ്ടാക്കിയാലും അതല്ല, മറിച്ച് അള്ളാഹുവിൽ അവലംബം അർപ്പിക്കാൻ നമ്മെ അത് സഹായിക്കും. അതുപോലെ നാലാമത്തെ കാര്യം, മനസ്സിന് ശാന്തിയും ആശ്വാസവും സമാധാനവും ലഭിക്കും. ഏത് പ്രയാസങ്ങളുണ്ടായാലും മുസീബത്തുണ്ടായാലും ഇത് അള്ളാഹുവിൻ്റെ ഖദറാണ് എന്ന് പറയാൻ നമുക്ക് സാധിച്ചാൽ അതോടുകൂടി നമ്മുടെ പ്രയാസത്തിന് വിരാമമായി, പിന്നെ ആശ്വാസമാണ്. അള്ളാഹു പറഞ്ഞു, മാ അസാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ ഒരു മുസീബത്തും ഒരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു. ആരാണോ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അവൻ്റെ ഹൃദയത്തിന് അള്ളാഹു ഹിദായത്ത് നൽകും. തഫ്സീറുകളിൽ കാണാം ആരെക്കുറിച്ചാണ് അള്ളാഹു ഇത് പറഞ്ഞത്. ഹുവർ റജുൽ, ഒരാളെക്കുറിച്ചാണ്. അഥവാ തുസീബുഹുൽ മുസീബ, അയാൾക്കൊരു മുസീബത്ത് സംഭവിച്ചു. ഫയഅലമു അന്നഹാ മിൻ ഇൻദില്ലാഹ്, അയാൾ തിരിച്ചറിഞ്ഞു ഇത് അള്ളാഹുവിൻ്റെ ഖദറിൻ്റെ അടിസ്ഥാനത്തിലാണ്, അള്ളാഹു തീരുമാനിച്ചതാണ്. ഫയർലാ വയുസല്ലിം, അയാൾ തൃപ്തിപ്പെട്ടു, അതിന് കീഴൊതുങ്ങി. അങ്ങനെയുള്ള ആൾക്ക് അള്ളാഹു ഹൃദയത്തിന് ഹിദായത്ത് നൽകും, ഒരിക്കലും അയാൾ തെറ്റിപ്പോവുകയില്ല. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഅലം മോനെ, മോനെ നീ അറിയുക, വഅലം മോനെ നീ അറിയുക, അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. ലോകത്തുള്ള എല്ലാവരും നിനക്കൊരു ഉപകാരം ചെയ്യാൻ ഒരുമിച്ച് കൂടി, അള്ളാഹു രേഖപ്പെടുത്താത്ത ഒരു ഉപകാരവും ഒരാൾക്കും ചെയ്തു തരാൻ സാധിക്കുകയില്ല. അതേപോലെ തന്നെ എല്ലാവരും നിനക്കെതിരിലായി, അള്ളാഹു ഉദ്ദേശിച്ച ഉപദ്രവമല്ലാതെ അവർക്കൊരു ഉപദ്രവവും നിനക്ക് വരുത്താൻ സാധിക്കുകയില്ല. എല്ലാവരും ഒരുമിച്ച് കൂടി കൊല്ലാമെന്ന് വിചാരിക്കുക, അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. അതാണ് ഖദറിലുള്ള ഈമാൻ. അങ്ങനെ ഒരാൾ വിശ്വസിച്ചാൽ അയാളുടെ മനസ്സിന് സമാധാനവും ആശ്വാസവും ശാന്തിയും ഒക്കെ ലഭിക്കുന്ന കാര്യമാണ്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അജബൻ ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അത്ഭുതകരമാണ്. ഇന്ന അംറഹു കുല്ലഹു ഖൈർ, മുഅ്മിനിന്റെ എല്ലാ കാര്യവും നന്മയാണ്. വലൈസ ദാക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, മുഅ്മിനിനല്ലാതെ അങ്ങനെ ഒരു അനുഭവമില്ല. ഇൻ അസാബത്ഹു സറാഉ ശകറ, മുഅ്മിനിനൊരു നന്മ കിട്ടിയാൽ അവൻ നന്ദി കാണിക്കും. ഫകാന ഖൈറൻ ലഹു, അതവന് നന്മയായി ഭവിക്കും. വഇൻ അസാബത്ഹു ലറാഉ സബറ, അവനൊരു പ്രയാസം വന്നാൽ മുസീബത്ത് വന്നാൽ അവൻ ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹു, അതും അവന് നന്മയായി ഭവിക്കും. ഇത് മുഅ്മിനീങ്ങൾക്ക് മാത്രമേ സംഭവിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് സഹോദരങ്ങളെ, ഈ കാലത്ത് നമുക്ക് ആ കാഴ്ച കാണാം. ഫിലസ്തീനിലുള്ള അവിടെയുള്ള ആളുകൾ മുകളിലൂടെ തങ്ങളെ നശിപ്പിക്കാൻ വരുന്ന വിമാനങ്ങളെ കണ്ടാലും അവർ പറയുക എന്താണ്? ഹസ്ബി അല്ലാഹ്. തൊട്ടപ്പുറത്ത് ഉറ്റവരുടെയും ഉടയവരുടെയും വേണ്ടപ്പെട്ടവരുടെയും മൃതദേഹങ്ങൾ മയ്യിത്ത് ഇങ്ങനെ കയ്യിലേന്തി, എന്നിട്ട് അവർ വിളിക്കുന്നതാണ് അല്ലാഹു അക്ബർ. എന്നിട്ട് അവർ പറയാൻ എന്താണ്? ഹസ്ബി അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഇന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ കണ്ണിൽ കാണിച്ചു തരുന്ന കാര്യമാണ്. നാടും വീടും എല്ലാം തകർന്നു. കഴിഞ്ഞ പെരുന്നാളിൻ്റെ ദിവസം അവർ ഈദ് ആഘോഷിച്ചു. അവർക്ക് പറ്റുന്ന രൂപത്തിൽ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ധ്വനികൾ ഉയർത്തി അവർ പെരുന്നാൾ നിസ്കരിക്കുകയുണ്ടായി. നിങ്ങൾ ഈ കാലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണിത്. അള്ളാഹുവിൽ അവലംബമർപ്പിച്ചാൽ, അള്ളാഹുവിൽ തവക്കുൽ ചെയ്താൽ, അള്ളാഹുവിൻ്റെ ഖദറിന് കീഴൊതുങ്ങിയാൽ, പ്രിയമുള്ളവരെ, അള്ളാഹു സമാധാനവും ആശ്വാസവും നൽകും. അതുപോലെ നിങ്ങൾ നോക്കൂ, എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുക, വല്ലതും കിട്ടിയില്ല എന്ന് വിചാരിക്കുക. ഖദറിലുള്ള ഈമാൻ ഒരാളിലുണ്ടെങ്കിൽ അയാൾക്ക് യാതൊരു പ്രയാസവുമില്ല, ആത്മഹത്യ ചെയ്യുകയില്ല, പോയിട്ട് നേരെ ജീവനൊടുക്കുകയില്ല. ഒരു പരീക്ഷയ്ക്ക് തോറ്റാൽ പിന്നെ അടുത്തെന്താണ്? ഇനി എനിക്ക് ജീവിതമില്ല, മരിക്കലാണ്. ഭൗതികമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ജീവനൊടുക്കുകയാണ്. തോൽവിയും വിജയവും ജീവിതത്തിൽ ഉള്ളതാണ് എന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണത്.
അള്ളാഹു എനിക്ക് തീരുമാനിച്ച അവൻ്റെ വിധിയാണിത്, ഒരു വിജയമുണ്ട് എന്ന് അള്ളാഹുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നോക്കൂ സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് യുവാക്കളോട്, പുതു തലമുറകളോട് പറയാനുള്ള ഇതാണ്. നിങ്ങൾ നോക്കൂ, എത്ര സംഭവങ്ങളാണ്. ഒരുത്തി ഇഷ്ടപ്പെട്ട വരനെ കിട്ടിയില്ല, പോയിട്ട് തൂങ്ങി മരിക്കും, ജീവനൊടുക്കും. ഇപ്പം അടുത്തൊരു വാർത്ത കണ്ടു, ഏതോ ഒരു കാറ് വാങ്ങിക്കൊടുക്കായിട്ട് പോയിട്ട് ആത്മഹത്യ ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഒന്നുമില്ലാത്ത ഒരു സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന ഒരാളെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവന് കിട്ടിയ ആ കാർ അവന് വലിയ കാര്യമായിരിക്കും. പക്ഷെ അവൻ അതുപോലെ അതിനേക്കാൾ വലുത് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്. അതുപോലെ എത്ര യുവതികളുണ്ട്, അവർ ഉദ്ദേശിച്ച വരനെ കിട്ടിയില്ലെങ്കിൽ പോയിട്ട് തൂങ്ങി മരിക്കും, ജീവനൊടുക്കും. ഇന്ന് പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ യുവാക്കളിൽ, യുവതികളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അത് അള്ളാഹുവിൻ്റെ ഖദറിലുള്ള ഈമാൻ ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. പ്രത്യേകിച്ച് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ നിരീശ്വര നിർമ്മതവാദികളുടെ ഫിത്നയും അതുപോലെയുള്ള അവിഹിത ബന്ധങ്ങളും അങ്ങനെയുള്ള ഹറാമായ ബന്ധങ്ങളും ആര് എന്ത് എന്നില്ലാതെ തോന്നിയ പോലെ അവനവൻ പോയി ആരെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ട് പ്രണയിച്ച് പിന്നെ അവൻ്റെ വിശ്വാസവും കർമ്മവും ആചാരവും ഒക്കെ ഏറ്റെടുക്കും. അങ്ങനെയാണ് ഒരു കാര്യം വരുമ്പോൾ ദീനും ദുനിയാവും ഒക്കെ നഷ്ടപ്പെടുത്തേണ്ടി വരുന്നത്. എത്ര ഗൗരവമാണ് നിങ്ങൾ നോക്കൂ. അള്ളാഹുവിലുള്ള ഈമാൻ അത് അമൂല്യമായൊരു നിധിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും പ്രിയമുള്ളവരെ, ഈ ഈമാൻ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മതിയായതാണ്, പകരമാണ് പരലോകത്ത് അള്ളാഹു ഒരുക്കി വെച്ച പ്രതിഫലം മനസ്സിലാക്കിയാൽ. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു. ഖദറിലുള്ള ഈമാനുമായി ബന്ധപ്പെട്ട് അതുള്ള ഒരാൾക്ക് ലഭിക്കുന്ന ചില ഗുണങ്ങളാണ്. എത്ര മനോഹരമായ ഗുണങ്ങളാണെന്ന് നിങ്ങൾ നോക്കൂ. ലോകത്ത് മറ്റെന്തിന് നമുക്കിത് പകരം നൽകാൻ സാധിക്കും? മറ്റെന്ത് കാര്യങ്ങളാണ് നമുക്ക് പകരം കിട്ടുക? ഇതില്ലാത്ത ഒരവസ്ഥ നമ്മൾ ചിന്തിച്ച് നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം വരെ അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കാൻ എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ 6 ഈമാൻ കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ രൂപത്തിലാണെങ്കിലും നമ്മൾ മനസ്സിലാക്കി. ഈ 6 കാര്യങ്ങളും നമ്മുടെ ഈമാനാണ്, വിശ്വാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് കൃത്യമായി തെറ്റാതെ, അതിൽ ഒരു വീഴ്ചയും വരുത്താതെ വിശ്വസിച്ചാൽ മാത്രമേ പരലോകം രക്ഷപ്പെടുകയുള്ളൂ. പരലോകത്ത് അള്ളാഹു സ്വർഗം നൽകുക മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്. ഈ പറഞ്ഞ 6 അടിസ്ഥാനങ്ങൾ അതിൽ സുപ്രധാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ പഠിക്കണം, നമ്മൾ കേൾക്കണം. സംശയമുണ്ടെങ്കിൽ വീണ്ടും ആവർത്തിച്ച് കേട്ട് അതിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ മരണം വരെ മുസ്ലിമായി മുഅ്മിനായി ജീവിക്കാൻ എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിലെ രോഗികൾക്ക് ശിഫ നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വ അഅ്ലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.